വണ്ടി ഷെവർലേറ്റ് ടവേരയാണ് വണ്ടി. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ നോയ്സാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുമ്പോൾ കിർക്ക് 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 കിർക്കുന്ന സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡും വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ഒന്ന് വെള്ളത്തിൽ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് കംപ്ലീറ്റും പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ആമിൻ്റെയോ അല്ലെങ്കിൽ ബുഷിൻ്റെയോ അല്ലെങ്കിൽ അപ്പർ ആം ഏതോ ഒരു ബോൾ ജോയിൻറ്റ് ഗ്രീസ് ഇല്ലാതെ കിടന്ന് ഒരയുന്ന സൗണ്ടാണ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കിർക്ക് കിർക്ക് കിർക്കുന്ന സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ട് എന്താ പറയുക, ഇതിൻ്റെ ബൂട്ട് പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ഗ്രീസ് ഫുൾ ഔട്ടാകുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ മഴക്കാലം അങ്ങനെയൊക്കെ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ബൂട്ടുകൾ, സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ടുകൾ, അപ്പറാം ബൂട്ട്, ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റിൻ്റെ ബൂട്ട്, ഈ ബൂട്ടുകളൊക്കെ ക്രാക്കായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വിടുന്നത് ബെറ്ററാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി അത് തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഈ സെയിം സൗണ്ട് വരും. നമ്മൾ പിന്നെ കൂടുതൽ ആക്ഷൻ ആകുമ്പോൾ തേഞ്ഞ് കഴിഞ്ഞ് കൂടുതൽ തേയ്മാനം വന്ന് ബോൾ ജോയിൻറ്റ് ഷേക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സൗണ്ട് എവിടെ നിന്നാണെന്നുള്ളത് കറക്റ്റ് കൺഫേം ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഇതാണ് സൗണ്ട്. പയ്യളക്ക് ഉണ്ടല്ലേ, സൗണ്ട് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിലിപ്പോൾ അപ്പറാമിൻ്റെ ബൂട്ട് ഇതിൽ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പറാമിൻ്റെ ആ ബോൾ ജോയിൻറ്റിൻ്റെ സൈഡല്ല, വേറെ ഏതൊരു സൈഡിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് സൗണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഇതിപ്പോൾ സൗണ്ട് കറക്റ്റായിട്ട് അറിയാനായിട്ട് നമുക്കിതിൽ കുറച്ച് WD-40 അടിച്ചാൽ മതി, നിൽക്കുന്നുണ്ടോ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ ബൂട്ടിൻ്റെ ഏതാ സൗണ്ട് എന്ന് കൺഫേം ആക്കിയതിന് ശേഷം അതിൽ കുറച്ച് WD-40 അടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും സൗണ്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ല, ഹെവി ആയിട്ട് നോയ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കൊന്നും ലോവർ ആമിൻ്റെ ബോൾ ജോയിൻ്റ് പോലെയാണ് കിട്ടുന്നത് സൗണ്ട്. അവിടെ നിന്നാണ് മെയിനായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ബൂട്ടൊക്കെ ക്രാക്ക് ആയിരിക്കുന്നുണ്ട്, അപ്പറിൻ്റെ ലോവറിൻ്റെ ഒക്കെ. ഇവിടെ നിന്നാണ് സൗണ്ട് വരുന്ന മാതിരി തോന്നുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഒന്നുകൂടെ അതൊക്കെ ലോവർ ആമിൻ്റെ അവിടെ നിന്നാണ് കറക്റ്റ് കിട്ടുന്നത്. കയ്യിലേക്ക് നല്ല തരിപ്പ് വരുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് അത് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് WD-40 അടിച്ചാലും മതി. നോക്കാം. ഇപ്പം നമ്മൾ ലോവർ ആം ബോൾ ജോയിൻറ്റിൽ ഫുള്ളായിട്ട് WD-40 അടിച്ചിട്ടുണ്ടല്ലേ. ഈ സൈഡിൽ ആ ഹോളിൽ കൂടെ, നേരത്തെ ഉണ്ടായ ഹോളിൽ കൂടെ ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി അത് ഷേക്ക് ചെയ്തേ. അല്ല, ഇപ്പം സൗണ്ട് ഫുള്ളായിട്ട് പോയി, സൗണ്ട് ഇല്ല ഇപ്പം. അതാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് വന്നിട്ട് ഈ ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ് പോയിട്ട് തന്നെയാണ് സൗണ്ട് വരുന്നത്. ഈ ടവേറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോവർ ആം ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഷെയ്ക്കൊന്നും നമുക്ക് അങ്ങനെ കയ്യിനകത്ത് കിട്ടില്ല. അഴിച്ചാൽ മാത്രമേ എന്തെങ്കിലും പ്ലേ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഹെവി ലോഡായിട്ട് നിൽക്കുന്ന സാധനം ആയതുകൊണ്ട് ഷെയ്ക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടില്ല. ഹെവി ഷെയ്ക്കൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം അത് അങ്ങനെ തന്നെ നിൽക്കും, നമുക്ക് ഷെയ്ക്കായിട്ട് തോന്നില്ല. ഇതിപ്പോൾ നമ്മൾ ലോവർ ആം ബോൾ ജോയിൻറ്റ് അഴിച്ചാൽ തന്നെ ഇനി നമുക്ക് ഷെയ്ക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് കാര്യം കൺഫേം ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ സൗണ്ട് കറക്റ്റ് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഇനിയിപ്പോൾ അപ്പറാമിൻ്റെ ബൂട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അപ്പറാം ബോൾ ജോയിൻറ്റ് ലോവർ ആം ബോൾ ജോയിൻറ്റ് മാറാം. അതുപോലെ തന്നെ ഈ സൈഡ് സൗണ്ട് നേരത്തെ കിട്ടിയിരുന്നു. പക്ഷേ ഒരു ആഴ്ച മുന്നേ വന്നപ്പോൾ ഈ റൈറ്റ് സൈഡ് ആയിരുന്നു സൗണ്ട്. അപ്പോൾ ആ സൈഡ് രണ്ട് സൈഡ് ലോവർ ആമിൻ്റെ അപ്പറാമിൻ്റെ ബോൾ ജോയിൻറ്റ് നമുക്ക് മാറ്റിവിടാം. അപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ഫുള്ളായിട്ട് സോൾവ് ആവും. അത് മാത്രമേ ഇതിനകത്ത് കംപ്ലയിൻ്റ് ഉള്ളൂ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബാലൻസ് റോഡിന് ബാക്കിലുണ്ടോ ഇവിടെ ഒരു ടച്ച് ആയിരിക്കുന്നുണ്ടോ, ഇത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ലീവ് വരും, ബുഷിൻ്റെ ഉള്ളിൽ ഒരു സ്ലീവ്. ആ സ്ലീവ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ആവും. അപ്പോൾ നമുക്ക് ഇത് അഴിച്ചിട്ട് ഈ ബുഷും മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള സ്ലീവും മാറ്റി വിട്ടാൽ ഓക്കെ ആവും. ഇവിടെ കണ്ടേ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ടച്ച് ആവില്ല, പക്ഷേ ഇവിടെ ടച്ച് ആവും. അങ്ങനെ വരുമ്പോഴും സൗണ്ട് വരും. മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് ആകുമ്പോൾ കിർക്കും സൗണ്ട് വരും. അപ്പോൾ ഇതും നമുക്കൊന്ന് ചെയ്ത് വിടാം. അതുപോലെ ഇവിടുത്തെ ബൂട്ട് കംപ്ലയിൻ്റ് ഒന്നുമില്ല, എന്നാലും ലോവറിൻ്റെ ബോൾ ജോയിൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്ത് മാറ്റിവിടാം. നമ്മളിപ്പോൾ ഇതിൽ ലോവർ ബോൾ ജോയിൻറ്റ് അപ്പറാം ബോൾ ജോയിൻറ്റ് രണ്ടും സെറ്റോട് കൂടിയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഫ്രണ്ടിലെ 4 ബോൾ ജോയിൻറ്റുകൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അത് നേരെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു കംപ്ലയിൻറ്റ്. കണ്ടില്ലേ, ബൂട്ട് കംപ്ലീറ്റും പോയിട്ട് ഉള്ളിൽ ഇപ്പോൾ ഞാൻ അഴിച്ച WD-40 ആണ് ഇപ്പോൾ കിടക്കുന്നത്. അതല്ലാതെ അല്ലാത്ത ഭാഗത്ത് മൊത്തം ഫുള്ള് ഡ്രൈ ആണ്. അതുകൊണ്ടാണ് ആ സൗണ്ട് കിറുക്കുന്ന സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വെള്ളം എന്തെങ്കിലും കയറുമ്പോൾ ആ സൗണ്ട് നമുക്ക് കിട്ടില്ല. മഴയത്തൊക്കെ വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഒട്ടും തന്നെ കിട്ടില്ല. പിന്നെ ഡ്രൈ ആകുമ്പോഴാണ് ആ വെള്ളം മൊത്തം ഡ്രൈ ആകുമ്പോൾ പിന്നെ കാലത്ത് നമ്മളൊന്ന് എടുക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ കറക്കുന്ന ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സൗണ്ട് ആയിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് ഫുൾ സെറ്റായിട്ട് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഫുള്ളും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലോവർ ബോൾ ജോയിൻറ്റ് മാറ്റാനാണ് ഇത്തിരി പ്രയാസം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ബോൾ ജോയിൻറ്റ് നമുക്ക് അഴിച്ചെടുക്കാൻ ഈസി ആയിട്ട് അഴിച്ചെടുക്കാം, തട്ടിയിട്ട് ബോൾട്ട് തട്ടി പുറത്തെടുക്കാൻ പറ്റും. തിരിച്ച് കയറ്റുമ്പോൾ ഇത് അലയനാവില്ല ഒരിക്കലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റർ വലിച്ച് നിൽക്കുന്ന റോഡാണ് ഈ സാധനം. ഇതിലാണ് 2 ബോൾട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഈ ബോൾട്ട് അഴിച്ചെടുത്തുടനെ ഈ
ആമ ഫുള്ളായിട്ട് ബാക്കിലേക്ക് പോകും. പിന്നെ നമുക്ക് എത്ര പ്രഷർ ചെയ്താലും ഇങ്ങോട്ട് വലിച്ചാലും ഈ സാധനം വരില്ല. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൊരു നെറ്റ് വരുന്നുണ്ട്. ആ നെറ്റ് ലൂസ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് കയറ്റിയിട്ട് പിന്നെ ടൈറ്റ് ചെയ്യാം. ആ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ലീവിൽ വല്ല ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ലീവും മാറി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയോടെ അവിടെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, അതും മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ടവേരയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ റൈറ്റിലേക്ക് സൈഡ് ചെറുതായിട്ട് വലിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാസ്റ്റർ എല്ലാം അഴിച്ചതുകൊണ്ടാണ് ആ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സൈഡിലേക്ക് പുള്ളിങ് വരുന്നത് അല്ലേ. നമ്മൾ കൈവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്കാണ് വലിച്ചിട്ട് പോകുന്നത് അല്ലേ. ഫുള്ള് റൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ചെറുതായിട്ട് സെൻറ്റർ മാറിയിട്ടുണ്ട്. അത് കാസ്റ്ററും അലൈൻമെൻറ്റ് ചെയ്താൽ തന്നെ ശരിയാവും. സ്റ്റിയറിംഗ് വീൽ അഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും സസ്പെൻഷൻ എല്ലാം ചെയ്താൽ എപ്പോഴും നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നത് അത്ര ഉചിതമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമർ കൊണ്ടുപോയാൽ എപ്പോൾ ചെയ്യും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ചില കസ്റ്റമർ പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുപോയി ചെയ്യും. അങ്ങനെ അല്ലാത്ത കസ്റ്റമർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ടയർ ഒരു 100 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ടയറിൻ്റെ ഉപ്പാടൊക്കെ തീരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചെത്തി കംപ്ലീറ്റും പോകും. പിന്നെയും നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ആൾക്ക് നേരെ അലൈൻമെൻറ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ വണ്ടി ഓക്കെയാണ്, വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന സൗണ്ട് കംപ്ലീറ്റ്ലി അറസ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ കീന്ന് നമ്മൾ ഈ ബ്രേക്ക് ചവിട്ടുമ്പോഴും വണ്ടി ഒന്ന് ആഞ്ചുമ്പോഴും ഒക്കെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല, പക്ക സോൾവഡ് ആണ്, പക്ക കറക്റ്റാണ് ഇപ്പോൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.